ഹലോ ഗൈസ്, ഇത് നമ്മുടെ വില്ലയുടെ തൊട്ടടുത്തുള്ള ഒരു ജംഗ്ഷനാണ്. ആ കാണുന്നതാണ് ദുബായ് സിറ്റി. നമ്മളിങ്ങനെ ഇടയ്ക്ക് ആ സിറ്റിയിലത്തെ വഴി കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങി ഇങ്ങോട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴേക്കും നമ്മളൊന്ന് ചില്ലാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് വ്ളോഗാക്കാന്ന് വിചാരിച്ചു. ദുബായ് സിറ്റി നമ്മൾ താമസിക്കുന്ന വില്ലയുടെ തൊട്ടടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് തിരിച്ചു വരാം. നമുക്ക് ഇന്റർവ്യൂസ് വരുമ്പോഴാണെങ്കിലും നമുക്ക് ജസ്റ്റ് കറങ്ങാനാണെങ്കിലും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന അത്രയും അടുത്താണ് ദുബായ് സിറ്റി. നമ്മുടെ ഈ കാറിൽ പോവുകയാണെങ്കിൽ 8 മിനിറ്റ് ഒക്കെ മതിയാവും, 8-10 മിനിറ്റ് മതിയാവും. ചേട്ടനൊക്കെ 13-15 വർഷമൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചേട്ടന് ഇവിടുത്തെ എല്ലാ വഴികളും അറിയാം, എല്ലാ സ്ഥലങ്ങളും അറിയാം. കണ്ടോ, അപ്പം നമ്മൾ സിറ്റിയിലേക്ക് കടന്നു കേട്ടോ. ആ സിറ്റിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ നഗരത്തിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഞാനിത് ഇവിടെ ഈ വഴി കൂടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഈ ഒരു സിറ്റി കാണുമ്പോൾ അങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഇത് ഡെയിലി കണ്ട് ആ ഒരു ഇത് കുറഞ്ഞു കേട്ടോ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള 24 സിറ്റികളാണ് ഉള്ളത്. അതിലത്തെ ഒരു സിറ്റിയാണ് നമ്മുടെ ദുബായ് സിറ്റി. ഇനി എല്ലാ സിറ്റിയിലേക്കും ഒന്ന് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചുമ്മാ ആഗ്രഹിക്കാലോ. വേൾഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ, എന്താകുമോ എന്തോ. ഇത് കണ്ടോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ 2 സൈഡല്ലേ കണ്ടുള്ളൂ, ദുബായ് ലവ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വഴി കണ്ടോ, ആ വഴിയിൽ നിന്നാലും ദുബായ് ലവ് തന്നെയാണ് കാണുന്നത്. അങ്ങനെ 4 സ്ഥലത്ത് നിന്നാലും ഒരു എക്സ് പോലെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഷെയ്ഖ് സായിദ് റോഡിലാണ്. ഇപ്പോൾ ഇത് കാണുന്നത് എമിറേറ്റ്സ് ടവേഴ്സ് കോംപ്ലക്സ് ആണ് കേട്ടോ. ദുബായ് നഗരത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു ജോഡി ഐക്കോണിക് എമിറേറ്റ്സ് ടവറുകളെ കാണപ്പെടുന്നത്. ഇതിൽ ഒരെണ്ണം ഓഫീസ് ടവറും ഒരെണ്ണം ലക്ഷറി ഹോട്ടലാണ് കേട്ടോ. എമിറേറ്റ്സ് ടവേഴ്സ് ബിസിനസ് പാർക്കാണ് ഓഫീസ്. ജുമൈറ എമിറേറ്റ്സ് ടവേഴ്സ് ഹോട്ടലാണ് ഹോട്ടൽ ആയിട്ടുള്ള ബിൽഡിംഗ്. ഇതാണ് ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം. ഇതിന്റെ പുറംഭാഗം കവർ ചെയ്തിരിക്കുന്നത് അറബിക് കാലിഗ്രാഫിയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നന്നായി ഗ്ലോ ചെയ്യൂട്ടാ. ദി അഡ്രസ് സ്കൈവ്യൂ ഹോട്ടൽ എന്നാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ പേര്. എന്തെല്ലാം വെറൈറ്റി പേരുകളാണല്ലേ. മിക്കതും ഹോട്ടലുകളും റെസിഡൻസികളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് ഇങ്ങനെ വരുന്നത്. ഒരു ബോട്ടിന്റെ ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു ഷിപ്പിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. ഇതിൻ്റെ മുകളിലൊക്കെ റോഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഹാളുകൾ കാണാം. ആ ഹാളിൽ കൂടെയൊക്കെ ഒരു യുണീക്കായിട്ടുള്ള ഫ്രെയിമുകളാണ് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മുടെ ബുർജ് ഖലീഫയാണ് കണ്ടോ. അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഇത് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന പോലെയല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും ഈ ഫ്രെയിമിൽ കൂടെ വേറെ കാഴ്ചകളാണ് കാണുക കേട്ടോ. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഈ സംഭവത്തിനുണ്ട്. നമ്മുടെ ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉയർന്ന ലൈഫ് സ്റ്റൈലും ലക്ഷറി ഷോപ്പിങ്ങും 5 സ്റ്റാർ ഹോട്ടലുകളും പിന്നെ ആകർഷകമായിട്ടുള്ള സ്കൈ സ്ക്രാപ്പേഴ്സ് ബിൽഡിങ്ങുകളും യുണീക്ക് ആയിട്ടുള്ള നിരവധി കെട്ടിടങ്ങളും ഇന്നോവേറ്റീവ് ഡിസൈനുകളുമാണ്. പിന്നെ ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്നും അതുപോലെ തന്നെ ദുബായ് മാള് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ സെന്റർ എന്നിങ്ങനെയുള്ള നിരവധി ഗിന്നസ് വേൾഡ് റെക്കോർഡുകളും ഇന്ന് ദുബായ്ക്കുണ്ട്. വിശാലമായ നിരവധി ഷോപ്പിംഗ് സെന്ററുകളും പരമ്പരാഗത സൂക്കുകളും പിന്നെ ടാക്സ് ഫ്രീ ഷോപ്പിങ്ങുകളും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അറേബ്യൻ മരുഭൂമിയിലെ ഒരു മോഡേൺ ഒയാസിസ് ആണ് ഇന്ന് ദുബായ്. ട്രഡീഷണലും മോഡേണും ആയിട്ടുള്ള ഒരു സമ്മിശ്ര ബ്ലെൻഡും ലോകമെമ്പാടുമുള്ള സംരംഭകരെയും കമ്പനികളെയും അട്രാക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് കേന്ദ്രം കൂടിയാണ്. പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഐക്കോണിക് ലാൻഡ്മാർക്കുകളും തീം പാർക്കുകളും എന്റർടൈൻമെന്റ് ഓപ്ഷൻസുകളും എന്നിവയാലാണ് ദശലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. ഈ സ്പെഷ്യൽ
സ്പെഷ്യാലിറ്റികളൊക്കെയാണ് ദുബായ് ഒരു യുണീക്ക് ആൻഡ് ഫാസിനേറ്റിംഗ് സിറ്റിയാക്കി മാറ്റുന്നത്. ഇതാണ് ബിസിനസ് ബേ. ഇവിടേക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നതാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സിറ്റി മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് അത് കാണുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് കണ്ടോ, ഇവിടെ ഏകദേശം ഈ ഭാഗം എത്തുമ്പോഴാണ് നമ്മൾ സിറ്റി മുഴുവനായിട്ട് കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ വന്നത്. നമ്മൾ വളഞ്ഞിങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുവഴി അങ്ങനെ വീട്ടിലേക്ക് പോകും. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സൈൻ ഔട്ട് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ മൈ നെക്സ്റ്റ് വീഡിയോ.